ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ സുഖം തന്നെയല്ലേ? അപ്പൊ അതാക്കി നമ്മളെ പൂവമ്പഴാണ് കണ്ടോ. പൂവമ്പഴം വെച്ചുകാണ്ട് ഞാനൊരു നമ്മളുണ്ടല്ലോ പിസ്തയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലത്തെ ഒരു പൂവമ്പഴം വെച്ചുകാണ്ടുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനിതാക്കുന്നത് ഗോതമ്പ് പൊടി, പിന്നെ ഷുഗറും പഞ്ചസാരയും, പിന്നെ നമ്മളെ പൂവമ്പഴം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ ഇതാക്കുന്നത് ഒന്ന് മാവ് കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഇത് ഇളം ചൂടുള്ള വെള്ളമാണ്, അതിൽ ഉപ്പിട്ടുകാണ്ട് ഒന്ന് മാവ് കുഴച്ചെടുക്കട്ടെ. ഇതാക്കണ ഞാൻ പറഞ്ഞത് പിന്നെ ഷുഗറും പഞ്ചസാരയാണല്ലോ. അപ്പൊ ഇത് ഞാൻ ഷുഗറും ഉണ്ട്, തേങ്ങയാണ് കേട്ടോ. അതിപ്പോ കണ്ടാലും അറിയാം. അപ്പൊ പറഞ്ഞിരുന്നേ മൈലാഞ്ചി ഇട്ട് കണ്ടോ മൈലാഞ്ചി ഇട്ടുകാണ്ട് പേരൊക്കെ എഴുതി കേട്ടോ. മൈലാഞ്ചി ഇട്ട് അല്ല, പിന്നെ മൈലാഞ്ചി ഒക്കെ ഇട്ട് കുത്തിർക്കേണ്ട ഇതല്ലപ്പോ. അപ്പൊ ഇനി ഇത് മാവ് കുഴക്കട്ടെ. മറ്റേ മൈലാഞ്ചി ഒന്നും ഇടൂലല്ലോ. ഇപ്പൊ ഈ യൂട്യൂബിൽ കാണാനേ മൈലാഞ്ചി കണ്ടോ. കുഴച്ച് മാവാക്കി എടുക്കണം. വെള്ളം കൂടുന്നത് നോക്കണം കേട്ടോ. വെള്ളം കൂടിയാൽ പിന്നെ നമുക്ക് ഇതാവൂല. വെള്ളം കൂടാതെ നോക്കി എടുക്കണം നമ്മള്. എന്നാലും ഇതൊന്ന് പരത്തണം ഇത്, എന്നിട്ടാണ് ഇത് ചെയ്യുക. നമുക്ക് 4 മണി പലഹാരം ആയിങ്ങാണ്ടും പിന്നെ അതേപോലെ രാവിലെയൊക്കെ ഉണ്ടല്ലോ, രാവിലേക്കൊക്കെ ഉണ്ടാക്കാം. നല്ല അടിപൊളി ഐറ്റാട്ടോ. ഇതിപ്പോ ഞാൻ ഒന്ന് മാത്രം ഉണ്ടാക്കണുള്ളൂ, ഒന്ന് മതി ഞങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരും ചെയ്യാം എങ്ങനെയാ അത് ഉണ്ടാക്കണത്. നല്ലോ ആ പഴം കഴിച്ചാൽ മണ്ടല്ലേ, പൂവമ്പഴം കഴിച്ച പൂ പോലെ ഇരിക്കും നമ്മള്. ഇതൊന്ന് ഞാൻ പരത്തിയെടുക്കട്ടെ കേട്ടോ. ഈ സൈസ് രണ്ടുതാ ഓരോ ബോളാക്കിയേക്കാണ്. ഈ ഒരു സൈസിൽ നമ്മള് എടുത്തിട്ട് പരത്തിയിട്ട് റെഡിയാക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിക്ക് നിറക്കാല്ലത് റെഡിയാക്കി എടുക്കണം. ഇനി നമ്മളിത് ഫസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇത് ചെയ്താലും മതി. അപ്പൊ ഏതായാലും ഞാൻ ചെയ്യണപ്പോ രീതി കാണിക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ പഠിച്ചുണ്ടാക്കണം. ആദ്യമൊന്നും ആർക്കും അറിയില്ല, ഒക്കെ എടുക്കുമ്പോഴേ അറിയുള്ളൂ. ചപ്പാത്തി റൗണ്ടിൽ ഷേപ്പിലാക്കിങ്ങാണ്ട് ഇതിങ്ങനെ ഒരു സൈഡ് മാറ്റി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ പരത്തിയിട്ട് രണ്ടാമത്തൊന്നും പരത്തിയെടുക്കുക. അല്ല മക്കളെ, ഞങ്ങളൊക്കെ നാട്ടിൽ മഴ ഉണ്ടോ? 2 ദിവസമായിട്ട് മഴക്കാറൊക്കെ മൂടി മഴയും ഇടിയും പൊട്ടലൊക്കെയാണ്. പത്തിരി കഴിഞ്ഞാൽ ആടിട്ടോ. പത്തിരി കഴിഞ്ഞാലേ അപ്പം ചൂട് പാത്തുമ്മ ഇപ്പം വരും മാപ്പിള ചുട്ട പത്തിരി കരിഞ്ഞ് പോയി വന്ന മാപ്പിള മടങ്ങിപ്പോയി. അതേപോലെ തന്നെയാണ് ഷെയ്പ്പൊക്കെ ശരിയാക്കിയാൽ മതി. നമ്മള് വയറ് കൂടുക, അപ്പൊ നമ്മള് ഷെയ്പ്പാക്കൂലേ, അതേമാതിരി നമ്മളെ ഇതിനും ഷെയ്പ്പാക്കുക. പിന്നെ ചൊർക്ക് കൂടാൻ വേണ്ടി കോട്ടണീനൊക്കെ അതേമാതിരി ഇതിന് ചൊർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക. ഫോണ് ഞാൻ ഉണ്ടാക്കാൻ നിൽക്കുമ്പോത്തിന് പഴം കൊണ്ടുപോയാണ്. എന്താ പറയാ, പൂവമ്പഴാണ് ചൊറുക്കാൻ വേണ്ടിട്ട് എടുത്തിട്ട് തിന്നാണ്. അതിന്റെ അടിയിൽ ഇതാക്കുകയും ചെയ്യും. അളിയേനൊന്ന് വന്ന് ഓനൊന്ന് വന്ന് കാണ്ട് വർത്താനൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പോയി. അപ്പൊ ഇതാക്ക ഞാൻ 2 പഴം കേട്ടോ അതിനെടുക്കുന്നത്. 2 പഴം മതി. ഇതേമാതിരി ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി ഇതാക്കണേ. ഫസ്റ്റ് നമ്മള് നെയ്യ് ഒഴിക്കുക കേട്ടോ. നെയ്യ് ഇല്ലോലും ഒഴിച്ചാൽ മതി കേട്ടോ. എന്താ നിങ്ങളെ വീട്ടിലുള്ളത്? വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, മണ്ണെണ്ണ ഒഴിക്കണ്ട കേട്ടോ. അല്ല നമ്മള് വെളിച്ചെണ്ണ മണ്ണെണ്ണ കത്തിച്ചാലല്ലേ ഒഴിച്ചാ മനസ്സാ. അപ്പൊ ഇതാക്കണേ നമ്മളെ പറയണതേ എന്താണെങ്കിലും ഒഴിച്ചിട്ട് കാര്യണ്ടോ? മണ്ണെണ്ണയും ഡീസലൊന്നും പൈക്ക് ഒഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളതാക്കണേ പൂവമ്പഴം കണ്ടെങ്കിൽ ഇതിക്കാണ്ട് കിട്ടാം.
കൂടെ തന്നെ പഞ്ചസാരയും ശർക്കരയാണെങ്കിൽ എടുക്കട്ടോ. പഞ്ചസാര എടുക്കുന്നവർക്ക് പഞ്ചസാര, ശർക്കര എടുക്കുന്നവർക്ക് ശർക്കര. അടച്ചിട്ടു. തങ്ക് പറഞ്ഞു പോയോ? തങ്കല്ലോ തഗ് തഗ്. ഇതാക്കണേ ഇങ്ങനെ ഇതിങ്ങനെ പ്ലേറ്റിൽ വെക്കുക. പ്ലേറ്റിൽ വെച്ചിട്ട് ഇതിൽ നിറയ്ക്കുക. കുഞ്ഞു കഴിത് നമ്മളെ മജുമയില് ഒരു കോമ്പറ്റീഷനിലേനു, ഫുഡ് ഫെസ്റ്റിലേനു. അന്ന് ഐസ്ക്രീമിന് വേണ്ടിക്കാണ് വാങ്ങിയത്. അത് അന്ന് നമുക്ക് ഫസ്റ്റ് കിട്ടിയില്ലേ കോമ്പറ്റീഷനിൽ. എന്നിട്ട് ഇതിലിങ്ങനെ നിറക്കട്ടെ. നിങ്ങള് എന്താ ഇതൊക്കെ കഴിക്കൂലേ? മുട്ട നിറച്ചതും ഉണ്ടാക്കിയതും അതിന് പകരം നിറക്കണത് ഇത്. ഫുള്ള് വേണം. ഫുള്ള് നിറക്കത് ഫുള്ള് അല്ലേ? എന്നിട്ട് ഇതിന്റെ മോൾ കൂടെ അത് ഞാൻ കാണിച്ചു തരാം. അതിപ്പോ തന്നെ കാണിക്കാലോ. എന്നിട്ട് അതിന്റെ ഞാനത് കവർ ചെയ്ത് കുട്ടിയൊക്കെ സ്കൂളിൽ നമ്മൾ ജോലി സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴും അല്ലാതെ നമ്മൾ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോഴേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് 4 മണി പലഹാരം. ഇനിയിപ്പോൾ വീട്ടിൽ ഗസ്റ്റുകൾ വന്ന് ഗസ്റ്റ് വേണ്ട വീട്ടിൽ വിരുന്നാരൊക്കെ വരില്ല. ഇനിയിപ്പോൾ ക്രിസ്മസിന് കൂട്ടിയിട്ട് എല്ലാവരും വിരുന്നാർ വരും. അപ്പം നമുക്ക് എന്താണ് ഇന്നിപ്പോൾ എന്താ ബേക്കറി, നാളെ എന്താ ബേക്കറി, ഇന്നിപ്പോൾ എന്താ കടി ഉണ്ടാക്കുക നടക്കൂലേ? എല്ലാവർക്കും ഒപ്പിച്ചേണ്ടി വരൂലേ? ഇത്രങ്ങോനം ആൾക്കാർ വിരുന്ന് തരും. കുട്ടികൾ തന്നെ ഉണ്ടാവും കുറെ. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഓരോ പീസാക്കി ഞാൻ കൊടുക്കാം. ഇനി ഇതാക്കണം, ഇതിനകത്ത് കവർ ചെയ്യാം. ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ കവർ ചെയ്തെടുക്കുക. അത് മടക്കി കൊടുക്കുക. മടക്കി ഇതിൽ ജോയിൻ ആക്കുക. വീഡിയോയിൽ സൗണ്ട് ക്ലിയർ ഇല്ലേ? ക്ലിയർ ഇല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, ഈ മൈക്കൊന്നും ഇല്ലാതില്ലേ ഇപ്പം നമ്മൾ ഈ ചെയ്യണതൊക്കെ. അപ്പം നിങ്ങൾ ക്ഷമിക്കുക. അപ്പം എന്നാലും നമ്മളിതൊക്കെ കണ്ടിട്ട് നിങ്ങളിതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ആക്കുക. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ. ആ ബെല്ലൈക്കണൊക്കെ മുട്ടിക്കോളി എല്ലാവരും. അതിൻ്റെ ഇങ്ങനത്തെ ഓരോ റെസിപ്പികളൊക്കെ വിരുന്നാർ വരുമ്പോഴും നമ്മളിപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നാത്തുമാരും മറ്റോലും മറിച്ചും എല്ലാവരും വരും. നമ്മളെ വീട്ടിലേക്ക് വിരുന്നാർ വരുമ്പോൾ കുറേ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഐറ്റം ഉണ്ടാക്കിയാണ്ട് നമ്മൾക്ക് ഇങ്ങനെ കൊടുക്കാം 4 മണിക്കായാലും സമയത്ത്. അപ്പം ഇതാ ഇങ്ങനെ കവർ ചെയ്തു കണ്ടോ. നമുക്ക് ഇതേപോലത്തെ ഞാൻ കുറച്ച് നെയ്യ് ഇട്ടോ. ഓയിൽ എന്ന് പറയാം, നെയ്യ് ഒഴിച്ചിക്കണേ. കുറച്ച് മതി. ഇനിയിപ്പോൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഒരു തീര് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പം നമുക്ക് ഇതാ ഞാൻ ഇപ്പം നെയ്യാണ് ഇതാക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളൊന്ന് അടച്ച് വെക്കുക. ഫ്ലെയിം കുറക്കുകയും ചെയ്യുക കേട്ടോ. തുറന്നിട്ട് ഇതാക്കണേ. ഈ സ്പൂണ് ഞാനേ ഇതിലിട്ട് വെച്ചത് കഴിഞ്ഞാൽ അപ്പൊ അതൊന്നും എടുത്തുങ്ങാണ്ട് അതിന്റെ മുളക്കൂടെ ഇങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ. നെയ്യ് പിരിഞ്ഞപ്പോ അത് എടുക്കണ്ടേ. ഇനി ഒന്ന് അടച്ചു കഴിഞ്ഞു. ഇതൊന്ന് നമുക്ക് ഇങ്ങനെ മറിച്ചിടാം. അപ്പൊ എന്താ സംഭവം അറിയാം, നമുക്ക് വിരുന്നാരെന്ന് പറയുമ്പോൾ വിരുന്നാരെന്ന് പറയണ നമുക്ക് ആരാണ്? നമ്മളെ വീട്ടിലേക്ക് വരുന്ന മാലാകമാരാണ്. അപ്പോൾ ഓലെ നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ഓർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കണം. നമുക്ക് അള്ളാഹിന്റെ റഹ്മത്താണ് ആ വരുന്നത്. ഓർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണം, ഇരിക്കണം, ഇതാക്കണം. നമ്മളടുത്തുള്ളത് എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ വെറൈറ്റി ആക്കിങ്ങാണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇനി ഇതാവാണ് ഇതും അതേമാതിരി നമുക്കൊന്ന് അടച്ചു വെച്ചുങ്ങാണ്ടൊന്ന് ഇങ്ങനെ ഒരു അടച്ച് ഇങ്ങനെ ഒന്ന് വെച്ചുങ്ങാണ്ട് വേവിക്കുക കേട്ടോ. 2 ഭാഗം വേവുക. ഇതിൻ്റെ വേവിട്ട് ഫൈനലി ഞാൻ കാണിക്കാം. അപ്പോൾ അത് നമ്മൾ 2 സൈഡും വെന്തു കേട്ടോ. വേവായി ഈ സൈഡും കണ്ടില്ലേ, 2 സൈഡും ആയി കേട്ടോ. അപ്പം നമ്മൾ കണ്ടോ, നമ്മളെ ഞാൻ പറഞ്ഞില്ലേ പൂവമ്പഴം നിറച്ചത്, പൂവമ്പഴം നിറച്ച് വാട്ടിയതുണ്ടല്ലോ, അത് ശരിക്കും അടിപൊളിയായിട്ട് കിട്ടി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ഉണ്ടാക്കുക. ചൂടുണ്ട് കേട്ടോ. ചൂടാറിയിട്ടാണെങ്കിൽ ചൂടാറിയിട്ട് ഇങ്ങാണ്ട് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക.
നമുക്ക് ഈ ഷേപ്പിനനുസരിച്ചാട്ടോ അപ്പൊ ഞാൻ കട്ട് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ടേസ്റ്റ് നോക്കി. ടേസ്റ്റ് നോക്ക്. എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കി? പഴത്തിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഇനിയിപ്പോ ഇതിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതിന് ചൊവ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഏലക്കായ ഉണ്ടല്ലോ, ഏലക്കായ പൊടിച്ചിടുക. അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇടട്ടോ. ബൈ. ഇതിലൊക്കെ വന്ന ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത്. അതായത് ഗോതമ്പ്, പിന്നെ നമുക്ക് എന്താണ് തേങ്ങ, പിന്നെ പൂവമ്പഴം, പിന്നെ കുറച്ച് ഷുഗറും ആഡ് ചെയ്തു. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതാണ്. ബൈ. അതായത് നമ്മളെ പൂവമ്പഴം കൊണ്ടുള്ള പിസ്സ കണ്ടോ? പിസ്സ പോലെ ഇതിങ്ങനെ ഞാൻ കാണിച്ചു തരാം. പിസ്സ എന്ന് മനസ്സിൽ കരുതാതുണ്ടോ? ഇങ്ങനെ ഒരു സ്നാക്ക് ഐറ്റം കണ്ടോ? എന്നിട്ട് ഇങ്ങനെ കടിച്ചിങ്ങനെ കഴിക്കാം.